ഗൈസ് നമ്മൾ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നത് അത് കാറോ ബൈക്കോ സ്കൂട്ടറോ ഒന്നല്ല. ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മൾ പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന വണ്ടി. ഏതുണ്ട്? പിക്കപ്പ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലോറി ഓടിക്കാൻ പോകുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ട്, എക്സൈറ്റ്മെന്റ്. ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ലോറി ഓടിക്കുന്നത്, അത് ഇത്ര വലിയ ബ്ലോക്കിനകത്ത്. കിടിലം കേട്ടാ, കൊള്ളാം കേട്ടാ, കിടിലം. ഇത്ര സൗണ്ട് ഉള്ളതുകൊണ്ട് കിടിലായിട്ടിരിക്കുന്നത്. പക്ഷെ ഓവർടേക്ക് വേണ്ടി മാത്രം ഇത്തിരി പാടുന്നേ ഉള്ളൂ, കാരണം ബാക്കിന് ഭയങ്കര നീളം, അതുകൊണ്ട് ഓവർടേക്ക് വേണ്ടി മാത്രം ഇച്ചിരി പാടും. ആനിക്ക് ആർക്കും അറിയത്തില്ല അവള് ലോറി എടുത്ത കാര്യം. വീട്ടിൽ പോയി കാണിക്കാം. നമ്മളങ്ങനെ വീട്ടിലോട്ട് വന്നു. ആനിമോൾ, ആനിമോൾ. ആനി ഒന്നും അറിഞ്ഞില്ല. അവ പുറത്തോട്ടോ? നീ ഒന്നും അറിഞ്ഞില്ലേ? പുറത്തു വാ. ഗൈസ് ഞങ്ങളുടെ വാവ ഇപ്പൊ വീഡിയോയിൽ എന്തെന്ന് അറിയാമോ ഓവറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞങ്ങളുടെ വാവയ്ക്ക് പുതിയ ഗേൾ ഫ്രണ്ട് സെറ്റായി. ഞങ്ങളുടെ വാവയ്ക്ക് പുതിയ ഗേൾ ഫ്രണ്ട് സെറ്റായി. അപ്പൊ വാവയുടെ ഗേൾ ഫ്രണ്ട് ആണ് പറഞ്ഞത് നീ എന്ത് വീഡിയോയിലൊന്നും വരാത്ത. അതാണ് ഞങ്ങളുടെ വാവ ഫുൾ ടൈം ഇപ്പൊ വീഡിയോയിലായിരുന്നു. ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. നമ്മുടെ പുതിയ വണ്ടി ഒറ്റ മൈൻഡിൽ പുതിയ ലോറി എടുത്ത്. എങ്ങനെയുണ്ട്? പിന്നെ എന്താന്ന് വിചാരിച്ച് പുതിയ വണ്ടി നമ്മുടെ. വാ കേറുവാ. സത്യം പറയുന്നത് നമ്മളെ വണ്ടിയാ, ചുമ്മാ പറയും. ഗൈസ് ഫസ്റ്റ് റൈഡ് ആനിയ പുതിയ വണ്ടിയിൽ പോകാൻ പോകുന്നു. അവന് ആരുടെ കാക്കിട്ടിരിക്കുന്ന അറിയാമോ? എന്റെ ഇവളില്ലേ ഗേൾസിന് ഇവിടെ ടൈറ്റ് എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ടൈറ്റ് ആക്കിയതല്ല, ഗേൾസിന് ഷർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. റൈഡ് പോവാം. ലോറി ഞാൻ ഓട്ടക്കാരി ആയതുകൊണ്ടല്ല എനിക്ക് കാക്കിയുള്ളത്, എന്റെ കോളേജ് വർക്ക്ഷോപ്പിനാണ് ആ കാക്കി വേണ്ടത്. നല്ല ആൾക്കാർ നമുക്ക് കറങ്ങാൻ പോയാലോ? ഇതൊരു കൈ ഇവിടെ പിടിക്കാൻ, കൈ ഇവിടെ പിടിക്കേ, ഇവിടെ ചവിട്ടെ. ആ സീറ്റ് പോവാം ഗൈസ്. ഗൈസ് ഇതാണ് സത്യം പറഞ്ഞ നാട്ടിലെ ഈവനിങ് വൈബ്. ഏത് വൈബ്? നാട്ടിലെ വൈബ്. അവര് സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അവൻ കാക്കി ഇട്ടിട്ട് വണ്ടി എടുക്കണല്ല. ഞാൻ നോക്കി വണ്ടി ഇടിക്കരുത്. ഫസ്റ്റ് ടൈമാണ് ഒരു ലോറിയിൽ ഇരുന്ന് റൈഡ് എടുക്കുന്നത്. അത് കോ ഡ്രൈവർ സീറ്റിൽ, അവര് ഡ്രൈവറും. വലിയ വണ്ടിയാണ് ഇത്, നീളം കൂടുതലായിട്ടില്ലേ, വളയ്ക്കാൻ ഇച്ചിരി പാട്. നമ്മുടെ കുഞ്ഞു റോട്ടിലൊക്കെ വളയ്ക്കാൻ വേണ്ടിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഞാനും എടുക്കുന്നുണ്ട് ഈ വണ്ടി. എന്താ നിന്ന് അത് ചെറുതായിട്ടൊന്ന് വണ്ടിയോ. ഗൈസ് ആനി എന്റെ കൂടെ കോൺഫിഡൻസിൽ കയറി കണ്ട. അതാണ് എനിക്ക് പേടിയൊന്നുമില്ല. അഭിന് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. പയ്യാട് വണ്ടി അങ്ങനെയാണ്. വണ്ടി ഓടിക്കാൻ പറ്റണില്ല. ഓക്കെ ഗൈസ് നമ്മള് ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോന്ന് ആലോചിക്കാം. ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് നിറയെ പേര് കാണും. ഇങ്ങോട്ട് പോവാ. ഇങ്ങോട്ട് പോയാൽ നിറയെ നാട്ടിലുള്ള ആൾക്കാരെ കാണും. നീ എങ്ങെങ്കിലും പോ. പണ്ട് ഞങ്ങൾ ഇതില്ലേ കുഞ്ഞു ലോറിന്റെ ബാക്കിലൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട്, കസിൻസ് ഒക്കെ ആയിട്ട്. ഇപ്പൊ നമ്മള് ലോറി ഓടിക്കുന്നത് മാറ്റം കണ്ടോ? മാറ്റം കണ്ടോ? വളർച്ച കണ്ടോ? അതിന് പ്രോ തന്നെ. കാക്കിയിട്ട് പപ്പ എവിടെയെങ്കിലും കാണും, പപ്പനെ എടുത്തിട്ട് പോവാം. നമുക്ക് ബീച്ചിൽ പോവാം. ബീച്ചിൽ പോവാനാ? നമ്മുടെ ബീച്ച് വരെ വന്ന അതിന്റെ ഫസ്റ്റ് ടൈമല്ലേ ഇത്ര ലോങ് എടുക്കുന്നത്. ഇന്നലെ വീട്ടിൽ ഞാൻ തന്നെ കൊണ്ടുവന്നു.
ഗൈസ് ഇവിടെ മണ്ണായതുകൊണ്ടാണെന്ന് തോന്നുന്നു, മണലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് സ്റ്റക്ക്. നോക്കുമ്പോ 2 പൊടി പിള്ളേർ വണ്ടിനകത്ത് ഇല്ല. ഇവ പണ്ട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, ഇവന് വലിയ ലോറി ഇല്ലേ, വലിയ ലോറി, വലിയ ബസ്, 25 ടയേഴ്സ് 30 ടയേഴ്സ് ഉള്ള വലിയ ലോറികളില്ലേ, അത് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓടിക്കാൻ ലൈസൻസ് എടുക്കാടാ, ലൈസൻസ് ഒക്കെ സെറ്റ് ആക്കിട്ട് എടുക്കാം. ഗൈസ് അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് പുതിയ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂ ഇയറിന് ചെത്തി നിൽക്കണ്ടേ, അവന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ. കൊള്ളാവോ? നോ ഇത് ക്രിസ്മസ് ന്യൂ ഇയർ. നോ 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 നോ. പാവണ്ടല്ലോ ഒറ്റയ്ക്ക് അവിടെ വരെ വാഷ്റൂം പോയിട്ടൊന്ന് ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്നു. പോയിട്ട് ഫോണിൽ വണ്ടി ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ. അവിടെ നിന്ന് ഒരുത്തെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ ഇങ്ങനെ നടന്നു വരുന്നു. നിന്നെ ഷോ കാണിക്കാനല്ല പറഞ്ഞത്, ഉണ്ടെങ്കിൽ വിളിക്കാനാണ് പറഞ്ഞത്. ഗൈസ് ഭാവയ്ക്ക് ഒരു ഡെയർ കൊടുക്കാം, അവരുടെ അടുത്ത് പോയി ഒരു ഹായ് പറയണം. ഭാവ പോയി ഒരു ഹായ് പറഞ്ഞിട്ടാ അയ്യോ ഭാവയ്ക്ക് നാണം വന്നു, ഭാവയ്ക്ക് നാണം വന്നു. എപ്പോൾ ലുലുവിൽ വന്നാലും എപ്പോഴും കഴിക്കുന്ന ഫുഡല്ലേ കഴിക്കാം. ഇപ്രാവശ്യം എല്ലാവരെക്കാളും വെറൈറ്റി ഫുഡ് കഴിക്കും. നോക്കിക്കോ, ബിരിയാണി. ഇങ്ങനെ കളഞ്ഞു പോവുകയും ചെയ്യണം, കോമഡി ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ആയിട്ട് പറയുന്ന സാധനം, ആരും പറയാത്ത പ്ലേറ്റ് ആർ. പിന്നെ കുറുപ്പുടി. ഇവന്റെ കൂടെ പോയേ ഇവ ബില്ലിന് കീറിയിട്ട് രണ്ടുപേരെ ഒരു വിട്ട നമ്മളെയാണ് ആദ്യം അടിക്കേണ്ടത്. ഞാൻ അവിടെ വച്ചിരുന്നു, ഇവ എടുത്ത് കീറി. ഞാൻ ബില്ലും ആന്ന് പറഞ്ഞ ഇവ ഫസ്റ്റ്, എന്നിട്ട് ഞാൻ അവിടെ തപ്പി. ഇതുവഴി കറങ്ങി KFC അടുത്തുള്ള കട പോയിട്ടോ. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ. അങ്ങനെ ഗൈസ് ന്യൂ ഇയർ നമ്മുടെ ഫുഡ് കൊണ്ട് നമ്മൾ തുടങ്ങുവാണ്. ഈ ന്യൂ ഇയറിന് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂ ഇയർ നൈസ് ആയിരിക്കും. നിങ്ങൾ എന്തും ചെയ്ത് ഫ്ലോപ്പ് ആയാൽ ഈ ന്യൂ ഇയർ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഫ്ലോപ്പ് ആവും. ആയില്ല വീഡിയോ ന്യൂ ഇയറിനെ വരുള്ളൂ. അപ്പൊ ഞാൻ ഈ പ്രോൺസ് നിറയെ കഴിച്ച പ്രോൺസ് ഞാൻ ഈ ഇയർ ഫുള്ള് കഴിക്കുമോ? ആണോ? എന്താണ് ഇത് പാനിപ്പൂരി വാങ്ങാൻ കാരണം എന്താറിയാവോ? നിങ്ങളുടെ ഡങ്കൽ സിനിമ ഉണ്ട്, അതിനുശേഷം പാനിപ്പൂരിന് ഒരു ക്രേവിങ്സ്. ഞാൻ ചത്താരം തിന്നിട്ടില്ല, തിന്നത്തുമില്ല, ഒന്നുമില്ല. ഈ കോമ്പിനേഷൻ ഇഷ്ടമല്ല. നമ്മളെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വണ്ടി ഡ്രൈവറും എല്ലാം കഴിഞ്ഞ് ഗൈസ് നിങ്ങൾ ആലോചിക്ക് എന്തിനാണല്ലേ നമ്മൾ ഈ വണ്ടി എടുത്തത്. ഗൈസ് ഇത് മറ്റേ ജോഷേട്ടൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ക്യാപ് ഡിസൈൻസ് ഇന്റീരിയർ കമ്പനി, അതിന് വേണ്ടി എടുത്ത വണ്ടിയാണ് ഗൈസ് ഇത്. പിന്നെ ജോഷേട്ടൻ്റെ വണ്ടി ആകുമ്പോൾ ഇവിടെ ഇട്ടിരിക്കണമല്ലോ, അങ്ങനെയാണ് നമ്മളെടുത്ത് ഓടിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാം ഗൈസ്, എന്തൊക്കെ ചെയ്യാൻ കൊണ്ടുള്ള കണ്ടന്റ് ഒക്കെ എന്തൊക്കെ ചെയ്യാം നമുക്ക്. വീട് എന്തിനും പൊളഞ്ഞു പോയാ നമ്മള് ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകണം, എടുത്തിട്ടിടണം. സിമ്പിൾ. പിന്നെ പറയാൻ മറന്നു, കഴിഞ്ഞ വ്ളോഗിനും പറഞ്ഞായിരുന്നു ഞങ്ങൾ ബാബയ്ക്ക് പുതിയ ഗേൾ ഫ്രണ്ട് സെറ്റായി. ഈ കുട്ടിയുടെ അമ്മ കാണുന്നതെങ്കിൽ കുഞ്ഞു പ്രായമാണ്, ഫണ്ണായിട്ട് എടുക്കണം. അത് ബീപ്പിടും. അത് ബീപ്പിടും. അഭിയച്ചാന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് അഭിയച്ചാന്റെ ഗേൾ ഫ്രണ്ട്. ഇവന്റെ ഗേൾ ഫ്രണ്ട് പേരെന്താ?
കുറച്ച് എനർജി ആയിട്ട് പറ. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് ഗൈസ് നമ്മൾ ഇതെല്ലാം മാറ്റാൻ പോകുന്നു. പറ ഗൈസ്, നമ്മള് ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇത് വയ്ക്കാൻ വേണ്ടി നമ്മൾ കുറെ പാടുപെട്ട് ഇത് എടുക്കാൻ അനുസരിച്ച് പാടുണ്ട് ഗൈസ്. എടുക്കാൻ പാടില്ല. അയ്യോ പാടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പാപ്പയെ തൂക്കടാ, പാപ്പയെ തൂക്ക. നമ്മൾ ആദ്യം സ്വരൂപങ്ങളെല്ലാം മാറ്റാം. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായിട്ട് തോന്നും. പാടല്ല ഇതാണ് തീരാണ്ടിരിക്കുന്നു. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് മഞ്ഞെല്ലാം തീർന്നു. മഞ്ഞ് പോവാൻ പോണേ. ഇനി അടുത്ത ക്രിസ്മസിന് ഈ മഞ്ഞിനെ അങ്ങനെ കൊണ്ടുവയ്ക്കാം. നമ്മൾ ഇത്രയും മഞ്ഞ് ഉപയോഗിച്ച് കണ്ട. ഇത്ര മഞ്ഞ് വെച്ചിട്ട് നമ്മള് തളർന്നില്ലേ? ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വലിയ ക്രിസ്മസ് ട്രീ മാത്രം ബാക്കി എല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പോഴാണ് വീട് കാണാൻ ഭംഗിയാട്ടാ. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാം ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം അടുത്ത ക്രിസ്മസിന് കാണാം.